മോളെ മക്കളെ നോക്കണേ ഉണ്ട് സംശയരോഗം. അതുകൊണ്ട് അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കണത് എപ്പോഴും എന്ന് വെച്ചാ. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ഹസീന എന്ന് പറയുന്ന യുവതി തീർത്ത സ്വന്തം ഭർത്താവ് സുരേഷ്. ഓക്കെ, ഈ വിഷയം നമ്മൾ കുറച്ച് മുന്നേയും, അതായത് 2 ദിവസം ബാക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹസീനയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള വോയിസുകളും കാര്യങ്ങളും കുറച്ചധികം തെളിവുകളും ഹരിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ മരിച്ചുപോയ ഒരാളെ കുറ്റം പറയേണ്ട ഗതികേടാണ്. സുരേഷിനല്ല, ഭാര്യ ഹസീന. അവള് എരന്ന് വാങ്ങിയത് എത്രയോ വർഷത്തെ പ്രണയം, പഠിക്കുന്ന കാലത്തെ ഉള്ള പ്രണയം. മുസ്ലിമാണ് അവൾ, സുരേഷ് ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യനാണ്. ഓക്കെ, സുരേഷ് ഓട്ടവർ, രണ്ടുപേരും 2 മതത്തിലുള്ളവരും 2 ജാതിയിലുള്ളവരും ഒക്കെയാണ്. അപ്പോൾ വീട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് ഹസീന ഈ സുരേഷിനോടൊപ്പം ഇറങ്ങിപ്പോയി അവർ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നത്. ഓക്കെ, ഒരുമിച്ചൊരു ജീവിതം, രജിസ്റ്റർ മാരേജ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ വലിയ പ്രണയ ദമ്പതികളായിരുന്നു. 4 മക്കൾ, പ്രണയം കൂടിയപ്പം മക്കൾ 4. ഓക്കെ, ആലോചിക്കണം, 4 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഭർത്താവിന് ഭാര്യയെ സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? വല്ലവൻ്റെയും കൂടെ പലവന്മാരെയും കൂടെ തോന്നിവാസത്തിന് അഴിഞ്ഞാടാൻ പോകുന്ന ഇവിടെ എങ്ങനെ സംശയിക്കാതിരിക്കും? ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ പൊസസീവാണ് ഭർത്താവ്, സുരേഷ് പൊസസീവാണ്, അതുപോലെ തന്നെ അവൻ സംശയരോഗിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വെറും ഒരു സംശയം മാത്രമല്ലായിരുന്നു. ഇവള് പോയത് കൊണ്ടും പോകുന്നത് കൊണ്ടുമാണ് അവന് സംശയം. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ചോദിക്കും, ഓക്കെ, അത് സംശയരോഗം കാരണമായിരിക്കുമോ അവള് പോയതെന്ന്? അങ്ങനെ ഒരു കാരണം വെച്ചിട്ട് ഒരുത്തി പോവുമോ? ഇല്ല. ഇവന് ഇത്രയും വർഷം ഇവർ ഒരുമിച്ച് ജീവിച്ച് 4 മക്കളുമായി ഇടക്കാലത്ത് സംശയം വരണമെങ്കിൽ അവൾ അങ്ങനത്തെ പരിപാടി ചെയ്തു കാണുമെന്നല്ല, ചെയ്തു. ഇവളെവിടെ പോയാലും കൂടെ പോകുന്ന ഒരവസ്ഥ. അതെന്തുകൊണ്ടാ? ഇവള് പല ബന്ധങ്ങളും ഇവൻ തൂക്കി, ഭർത്താവായിട്ടുള്ള വ്യക്തി. പക്ഷെ ഇവിടെ അവളെയും തീർത്ത് അവനും തീർന്നു, അവനും ജീവിതം നഷ്ടം. 4 മക്കൾ അനാഥരായി. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, മക്കൾക്കാണ് ഇവിടെ നഷ്ടം. പിന്നെ അവള് ഉള്ളതും ഇല്ലാത്തതും കണക്കാ. അവളെ പോലെ ഒരുത്തി തള്ളേന്ന് പറഞ്ഞ് നിൽക്കുന്നതിലും വേറെ നിൽക്കാതിരിക്കുന്നതാണ് ഇവളെപ്പോലത്തെ ഒരു കാട്ടവരാതി. അത് തന്നെ ഞാൻ പറയും, ചത്തുപോയ ഒരാളെ കുറിച്ചിട്ട് കുറ്റം പറയേണ്ട ഒരു ഗതികേടാ. ഓക്കെ, 4 മക്കളെ ഉണ്ടാക്കിയിട്ടിട്ട് നിനക്ക് മക്കളെ നോക്കാൻ വയ്യ, നിന്റെ കുടുംബജീവിതം നോക്കാൻ വയ്യ, വല്ലവൻ്റെയും കൂടെ നിനക്ക് മറ്റേ കഴപ്പ് തീർക്കാൻ പോകണമെങ്കിൽ, ചത്തുപോയ ഒരാളാണ്, ഇനി അവൾ കേൾക്കത്തില്ല എങ്കിലും കഴപ്പ് തീർക്കാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ സുരേഷിന്റെ ഭാഗത്ത് എനിക്കൊരു തെറ്റുമില്ല. സുരേഷും തീർന്നു, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേൻ. അവനും തീർന്നു. എന്തിന് ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നിക്കാണ്. അത്രയ്ക്ക് അവൻ ഇവളെ സ്നേഹിച്ചിരുന്നു ഹസീനെ. അതാണ് എനിക്ക് മനസ്സിലായത്. അത്രയും സ്നേഹിച്ചത് കൊണ്ടാണ് അവളെ തീർത്ത് അവനും തീർന്നത്. ഓക്കെ, അത്രയും തൻ്റെ പ്രാണനേക്കാളും താൻ ഈ പറയുന്ന അവളെ സ്നേഹിച്ചിരുന്നു ഹസീനെ. എന്തായാലും ഈ പന്ന മോളുടെ കുൽസിതങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മകളടക്കം വന്നിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിയാക്ട് ചെയ്തിട്ടുണ്ടായി. സ്വന്തം മകൾ, ഹസീനയുടെയും സുരേഷിൻ്റെയും മകളായിട്ടുള്ള ആ പെൺകുട്ടി വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വേറെ ബന്ധം, ഹരിയേട്ടായി ഇവിടെ നല്ല കളി കളിച്ച് ഹസീന അത്യാവശ്യം കാണാനും ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് വളച്ച്, അത് തന്നെയാണ് ഹരി. അല്ലാതെ അവന് പ്രേമവും മൂത്തല്ല, കാമം മൂത്ത അവൻ വളച്ച്. ഇവക്കും കടിയ. ഇവക്ക് കുറേ വർഷം കൊണ്ട് സുരേഷിന്റെ കയറി ഇറങ്ങിയിട്ട് അവൾക്ക് പറ്റണില്ല. അവൾ വേറെ തേടിപ്പോയി. ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ തേടിപ്പോയാണ് ഈ പരുവത്തിലായത്. ഇപ്പോൾ മുകളിൽ ഇവള് എന്തായാലും താഴെ ആയിരിക്കും പോയി, കാലൻ്റെ അടുത്തായിരിക്കും പോയത്. ഇതുപോലത്തെ കാട്ടവരാതെയൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഹസീനയുടെ കുറച്ച് വോയിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളൊക്കെ തന്നെ പുറത്തു വിട്ടാൽ കേട്ടു നോക്കാം. ഇത് സുരേഷിന്റെ വോയിസാ. അവസ്ഥ തീർത്ത്, ഭാര്യയെ തീർത്ത്, ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ. അവൾ അവന്റെ കൈ കൊണ്ട് തന്നെ തീർന്നു. ഓക്കെ, ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ പ്രണയം, ബന്ധങ്ങൾ, സ്നേഹം എവിടെ? ഇത്രേ ഉള്ളൂ. വേറൊരുത്തം വന്നപ്പോൾ തീരാവുന്നുള്ള സ്നേഹമേ ഉള്ളൂ. പിന്നെ കഴപ്പ്. ഈ കഴപ്പെന്ന് പറഞ്ഞ സാധനം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് തീർക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ തീർത്തത്. ഇത്രയും കാലം പ്രേമം മാങ്ങാത്തൊലി മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് ഇറങ്ങി ഒരുത്തൻ്റെവിടെ ഒന്ന് ജീവിച്ചിട്ട് അവൾക്ക് അവളെ കടി അങ്ങോട്ട് തീരുന്നില്ല. അവൻ്റെ സാധനം മാത്രം കയറിയിട്ട് അവൾക്ക് തീരുന്നില്ല. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ.
അവൾക്ക് വേറെ വേണം. ഞാൻ സുരേഷിനോട് കുറ്റം പറയത്തില്ല. അവൻ്റെ അവസ്ഥയാണ്, അവൻ്റെ അവസ്ഥ. അവൻ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണ് വല്ല അവൻ്റെ അവിടെ ഇറങ്ങിപ്പോകുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വല്ലാത്ത അവസ്ഥയുടെ വല്ലാത്ത അവസ്ഥ. എന്നിട്ട് ഈ പുന്നാര മോൾ ഇവനെ വിളിക്കുന്ന തെറിക്ക് കൈ കണക്കൂല. ചത്തൊരാളെ കുറിച്ചിട്ട് ഞാൻ ഇനിയും ചീത്ത പറയും. കാരണം അത്രയ്ക്ക് അവൻ മാനസികമായിട്ട് ഒരു സമയത്ത് അവൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവളെ പുറകെ നടന്ന് ഇവളെ ഒറ്റയ്ക്ക് ഒരിടത്തും വിടാതെ എല്ലായിടത്തും സെക്യൂരിറ്റി കണക്കിന് ഇവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ ആ മെൻ്റലി അവ അനുഭവിച്ചിട്ടുള്ള ഒരു വശമുണ്ട്. അത് വേറെ ലെവലായിരിക്കും. സംശയരോഗം എന്ന് പറയുമ്പോൾ സംശയരോഗം ഉണ്ടാകാനും സംശയിക്കാനുമുള്ള കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവന് സംശയരോഗം ആയത്. അത് രോഗമല്ല, സംശയം. അല്ലെങ്കിൽ അവൻ ചിന്തിച്ചത് ശരിയായിരുന്നു. അവൾക്ക് വേറെ പല ബന്ധങ്ങളും കഴപ്പ് തീർക്കാനായിട്ട് അവൾ പൊക്കോണ്ടിരുന്നു. കൊള്ളാം ഹസീന, തീർന്നു, നല്ല കാര്യം. ഇതുപോലത്തെയൊക്കെ തീരണോടെ സത്യം പറഞ്ഞാൽ. എന്തിനു ജീവിച്ചിരിക്കുന്നത്? പിന്നെ അവനും ഇങ്ങനെ തീർത്തിട്ട് അവന് തുടർന്ന് ജീവിക്കാൻ പറ്റത്തില്ല. അവൻ അതിനേക്കാളും മെൻ്റൽ ട്രോമയിലോട്ട് പോകും. അതുകൊണ്ട് അവനും സ്വയം അങ്ങ് തീർന്നു. അതാണ് സംഭവിച്ചത്. ശല്യം ചെയ്ത് വിട്ട ഒരു ഉപകാരമായിരുന്നു. എന്തിനാണ് ഞാൻ ഒരാളെ കൂടെ വന്ന് അവരെ കൂടെ കഴിഞ്ഞ് ഞാൻ ജീവിക്കണം. എനിക്കത് മതി. എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കണം. ഇവിടെ നിന്ന് വിളിക്കണ ആവശ്യമില്ലാതെ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ അലീനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, വേറെ ആരെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കൊണ്ടു എനിക്ക് മക്കളെ കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചറിയിച്ച് ബഹളം വെച്ച് തിരിച്ച് വിളിച്ചോണ്ട് വരാനുള്ള പരിപാടി. പക്ഷെ നിങ്ങളൊന്നും ആയിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തില്ല. നിങ്ങളുടെ നാത്തൂനെ വിളിച്ച് കഴിഞ്ഞാൽ അവളെ ഞാൻ വിളിക്കത്തില്ല. അവരാരും അറിഞ്ഞിട്ടുമില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾ ബഹളം വഹിച്ചിട്ടോ ഇവിടെ കിടന്ന് അന്വേഷിച്ചിട്ടോ എന്നെ അന്വേഷിക്കാൻ നടക്കുകയും വേണ്ട. പിള്ളേരെ സ്കൂളിൽ ആവാറായി, അവരെ സ്കൂളിൽ വിടുക, പഠിപ്പിക്കുക. എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. പിള്ളേരുടെ കാര്യം നോക്കുക. അതായത് നല്ലോണം നോക്കോ ഇല്ലയോ നോക്കണം. ഞാൻ ഇത്രയും ദിവസമായിട്ട് വളർന്ന് പറഞ്ഞ ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. 2 മാസം വെള്ളത്തിന് എനിക്ക് കലി പൊച്ച തെറിയണമായിരുന്നു. പിള്ളേരെ നന്നായിട്ട് നോക്കുക. സ്കൂളിൽ തുറക്കാൻ സമയമായി, സ്കൂളിലൊക്കെ വിടുക. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് ഇരിക്കുക. ചെള്ളേ, ഇവളെ ഞാനൊന്നും പറയുന്നില്ല. അവളെ കഴപ്പ് തീർക്കുക. അവളെ പുതിയ കാമുകൻ്റെ കൂടെ അവളങ്ങ് പോയി. അവളെ കടി തീർക്കാനായിട്ട് അവളങ്ങ് പോയി. എത്രയെന്ന് പറഞ്ഞാൽ സഹിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 ദിവസം വീട്ടിൽ നിന്ന് കാണാനില്ല. അവളെ ഇഷ്ടത്തിന് അവളുടെ മറ്റവൻ്റെ കൂടെ ഇറങ്ങിയങ്ങ് പോയി. സുരേഷും മകളും കൂടിയൊക്കെ പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവള് തിരിച്ചു വന്നു. അപ്പോൾ അവൻ്റെ കൂടെ പോയി പരിപാടി, എന്നാ അടി, ഇത് തന്നെ പരിപാടിയൊക്കെ ചെയ്ത് അവൻ കളിയും കളിച്ചിട്ട് തിരിച്ചു പറഞ്ഞു വിട്ട് വന്നിട്ട് അടുത്ത് അവിടെ കിടന്ന് കൊണാണ്ടടി തീർത്ത്. അത്രേ ഉള്ളൂ. എന്തായാലും ഹരിയണ്ണനാണ് ഇവിടെ കള്ളക്കാമുകനായിട്ട് കളിച്ചത്. ഇനി ഉണ്മയെ വേറെയൊക്കെ കാണും ബന്ധങ്ങൾ. ഇവളെമാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂലെന്നേ. ഇതുപോലത്തെ കഴപ്പികൾ. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല ആണുങ്ങൾക്ക് നല്ല പെണ്ണുങ്ങളെ കിട്ടത്തില്ല, നല്ല പെണ്ണുങ്ങൾക്ക് നല്ല ആണുങ്ങളെയും കിട്ടത്തില്ല. ഇതൊരു ചരിത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രപഞ്ച സത്യമാണ്. നല്ല പാവപ്പെട്ട നല്ല പയ്യന്മാർക്കും വല്ല അപരാധി മക്കളെയും കിട്ടും. അതുപോലെ നല്ല പെമ്പിള്ളാർക്ക് ഏതെങ്കിലും കാട്ടപരാധി മോന്മാരെയും കിട്ടും. നല്ലവർക്ക് നല്ലവരെ കിട്ടുന്നത് വളരെ റെയറാണ്. ഓക്കെ, പ്രേമം മണ്ണാങ്കട്ട മാങ്ങാത്തൊല്ലി സ്കൂളിലെ പ്രേമം എന്നാത്തിന് വേറൊരുത്തൻ്റെ സാമാനം കണ്ടപ്പോൾ അതുവഴി അങ്ങ് പോയിരിക്കുകയാണ് സുഖം തേടി. ഓക്കെ, ഇവിടെ എല്ലാവരും നല്ലവരെ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ നമ്മളൊരു കുടുംബ ജീവിതം കല്യാണമൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാന്യമായിട്ട് ജീവിക്കണം. മനസ്സിലായോ? പിന്നെ അവിടെ അപരാധം പിടിക്കാനോ അവിഹിതം പിടിക്കാനോ പോകരുത്. നമ്മളൊരു കുടുംബ ജീവിതമായി കുട്ടികളായി പിന്നെ മാന്യമായിട്ട് ജീവിക്കണം. അതിനു മുന്നേ ചിലപ്പോൾ പല ഉത്സവങ്ങളൊക്കെ കാണിച്ചു കൂട്ടും, പ്രായത്തിൻ്റെ ഓക്കെ അതൊക്കെ. പക്ഷെ ഒരു കുടുംബ ജീവിതമായി നിനക്ക് ഇത്രയും വയസ്സായില്ലേടി? ചത്തവളർത്താണ് എനിക്ക് ചോദിക്കാറ്. ഇത്രയും വയസ്സായിട്ട് നിനക്ക് ഇവൻ്റെ സാമാനം കയറിയിട്ട് തികയുന്നില്ലേ? എനിക്ക് വല്ല വാഴക്കൊല എടുത്ത് കയറ്റാത്തത് വേറെ ഉള്ളവൻ്റെ തേടിപ്പോയി. 4 മക്കളുണ്ടായിരുന്നു, 4 മക്കൾ. അതെങ്കിലും നീ ചിന്തിച്ച. ചത്തുപോയ ഒരുത്തിയെ കുറിച്ചിട്ട് ഇത്രയും പറയേണ്ടി വരുന്ന ഗതികേടാ. ഓക്കെ, എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? അവന് തുറങ്ങാൻ പറഞ്ഞപ്പോ പട്ടി ഇറങ്ങി വരണം. നിങ്ങൾ വലിയ തൊള്ള അറിഞ്ഞു അവളെ
അപ്പൊ ഒരു തേങ്ങ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഓ എന്തെങ്കിലും നല്ലത്. അവളെ മറ്റം വരികയായിരിക്കും. അതാണ് ഇവിടെ എത്തിക്കാൻ പോകാൻ പറ്റും. മനസ്സിലായോ? കേട്ടില്ല, അവളുടെ മറ്റോ വരുമായിരിക്കും, അതായിരിക്കും അവൾ ഈ കിടന്ന് തിളയ്ക്കുന്നതെന്ന്. ഇത് സംഭവം അവൾക്ക് മറ്റവൻ്റെ കൂടെ പോകണം, ഇനി അവൻ്റെ കൂടെ ജീവിക്കണം, അവൻ്റെ കൂടെ പരിപാടിയും ചെയ്ത് നടക്കണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ വീട്ടിലുള്ള മക്കളെ വേണ്ട, മക്കളൊക്കെ ശല്യമായി, ഭർത്താവ് പിന്നെ ഓൾറെഡി ആണല്ലോ ശല്യമായി. അങ്ങനെ ഇവർക്ക് ഇനി ആരും വേണ്ട, ഇനി അവൻ്റെ കൂടെ പോകണം, അവൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായി. അവസ്ഥ ആലോചിച്ചു നോക്ക്. സുരേഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ 1% പോലും തെറ്റ് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ ഒരുത്തി പലവന്മാരോടെ പോയി സുഖം തേടി പോകുന്ന ഒരുത്തിയെ വീട്ടിൽ കയറ്റിയത് തന്നെ വലിയ ആവശ്യം. ഞാനൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോടി മോളെ എന്ന് പറഞ്ഞിട്ട് ഇറക്കി അങ്ങ് വിടുമായിരുന്നു. ഞാൻ പിന്നെ കൊല്ലാനൊന്നും നിൽക്കത്തില്ല കേട്ടോ, എൻ്റെ ലൈഫ് വെച്ച് ഞാൻ കളിക്കത്തില്ല. എന്തിന് ഞാൻ എൻ്റെ ജീവിതം തൊളിച്ച് കളയണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവള് പോയാൽ അടുത്തവൾ, അത്രയേ ഉള്ളൂ മൈൻഡ്. ഓക്കെ, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇവൻ സുരേഷ് ചെയ്തത് മണ്ടത്തരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് മണ്ടത്തരാണ്. ചെയ്ത് അവളെ തീർത്ത് അവനും തീർന്നു പോയി. ആ മക്കൾ അനാഥരായി. സുരേഷെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മക്കളെങ്കിലും വളർത്തി നല്ലപോലെ അങ്ങ് ജീവിക്കുന്നത്. ഇവിടെ കഴിപ്പണ കെട്ടാൻ്റെ അവിടെ പോയി തൊലഞ്ഞ് നാറാണത്തായി എന്തെങ്കിലും ചത്തെന്ന ന്യൂസ് അങ്ങ് കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇതുപോലത്തെയൊക്കെ എവിടെയെങ്കിലും പോയി സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും പണി കിട്ടി ചാവണം. അവനൊക്കെ കുറച്ച് ദിവസം കളിച്ച് സുഖം തീരുമ്പം വിടും. അപ്പോഴിവളൊക്കെ അങ്ങ് പെടും. മനസ്സിലായി? അതങ്ങ് മതിയാണ്. പിന്നെ വല്ല തെരുവില വല്ല എവിടെയെങ്കിലുമൊക്കെ കിടന്ന് വല്ലവൻ്റെ അവിടെയൊക്കെ കളിയും കൊടുത്ത് അങ്ങനെ അങ്ങ് പോയി തൊലഞ്ഞോ, അങ്ങനെ വിട്ടാൽ മതിയാണ്. സുരേഷ് കാണിച്ചതും മണ്ടത്തര. ഇവൻ്റെ അവിടെയൊക്കെ പോയപ്പോഴെങ്കിൽ ഇവിടെയൊക്കെ അങ്ങ് ഇറക്കി വിട്ടിട്ട് ബോഡി പുല്ലേന്ന് പറഞ്ഞ് വിട്ടിട്ട് മക്കളെ വളർത്തി അടിപൊളിയായിട്ട് ജോലി ചെയ്ത് ജീവിക്കേണ്ടതായിരുന്നു. എല്ലാം തീർത്തിട്ട് ആ മക്കൾ അനാഥരായി, അവനും തീർന്നു. ആർക്ക് ഇവിടെ എന്ത് ലാഭം? സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ പോലെയുള്ള ജാവേണ്ട തന്നെയാണ്. ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, എന്നാലും സുരേഷ് അവിടെ സ്വയം തീർന്ന് മക്കൾ അനാഥരായി. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി മകളും നാട്ടുകാരും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ കുറച്ചുകൂടി വോയിസ് കേൾക്കാം. മക്കളെ നോക്കണേ. കേട്ടല്ലോ, അങ്ങനെ അവസ്ഥയടാ, അങ്ങനെ അവസ്ഥ, ഗതികേട്. ഞാൻ എന്തു പറയാനാ? ജീവനെ തുല്യം സ്നേഹിച്ചവള് വേറെ സുഖം തേടിപ്പോയി. അവസ്ഥ. ഈ മകള് പറയുന്ന നാട്ടുകാർ പറയുന്ന കുറച്ചുണ്ട്, കേട്ടു നോക്കാം. ഉണ്ട് സംശയരോഗം. അതുകൊണ്ട് അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കണത്. എപ്പോഴും എന്ന് വെച്ചാൽ എവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെമ്പിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തുവിടില്ല. ഇല്ല, പുറത്തുവിടില്ല. പുറത്ത് പോവാണെങ്കിൽ അച്ഛൻ കൂടെ പോകും. പുറത്ത് പോകണമെങ്കിൽ അച്ഛനും കൂടെ തന്നെ പോകണം. മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് പോയി പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിനുശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു ചിന്തപ്പാട് ഇപ്പൊ ആർക്കാലും ഉണ്ടാവും. ഒരു ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീട് വിട്ട് പുറത്ത് വിടാൻ. അതെ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛ്യമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരാണിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കേട്ടല്ലോ, നാട്ടുകാർ പറഞ്ഞ കേട്ടല്ലോ. എങ്ങനെയാടാ ഇതിനെയൊക്കെ? സുരേഷിന് സത്യം പറഞ്ഞാൽ വട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കൽ അവള് പോയപ്പോൾ അവൾ ആ വഴിക്ക് വിടേണ്ടതായിരുന്നു. അല്ലാണ്ട് വീണ്ടും വിളിച്ചോണ്ട് വന്നിട്ട് ഓക്കെ കഴപ്പി. അതിനല്ലാണ്ട് എന്ത് പറയാനാണ്? അപ്പോൾ ഇവിടെ സംശയരോഗം ഉണ്ടാവാനുള്ള റീസൺ ഇതൊക്കെ തന്നെയാണ്. ഇവള് മുന്നേ ഒരു തൻ്റെ കൂടെ പോയി അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അവളെ സ്നേഹിച്ച് പൊറപ്പിച്ചെങ്കിൽ സുരേഷ് നിന്നെപ്പോലത്തെ ഒരു നല്ലവൻ വേറെ ഇല്ലടേ. അങ്ങനെ തന്നെ എനിക്ക് പറയേണ്ടി വരും. നീ മരിച്ചുപോയി എങ്കിലും എനിക്ക് നിന്നെക്കുറിച്ച് 2 നല്ല വാക്ക് പറയണമല്ലോ. അത്രയും നല്ലവനായിരുന്നു. ഇവക്ക് കഴപ്പുമുത്ത് വേറെ അവൻ്റെ കൂടെ ആദ്യം പോയി അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അവൾക്ക് കടി, അടുത്തവൻ ആയിട്ട് കടി. നാട് മൊത്തം അറിയാന്നുള്ള കേസാണ്.
മകള് സംശയരോഗം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ പോസസീവ് കുറച്ച് കൂടുതലായിരിക്കും സുരേഷിന് എന്ന് തോന്നി. പക്ഷെ അങ്ങനെയല്ല. ഇതിന് മുന്നേ ഒരുത്തൻ്റെ കൂടെ പോയി. അങ്ങനെ പോയവളെ പിന്നെ എങ്ങനെ സംശയിക്കാണ്ടിരിക്കും? അങ്ങോട്ടുള്ള ജീവിതത്തിൽ സംശയിച്ചേ പറ്റത്തുള്ളൂ. സംശയിക്കാനുള്ള റീസൺസ് അവൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവളിപ്പം അവള് ഇൻ്റെയൊക്കെ ചൊറിഞ്ഞ് പറഞ്ഞ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരുത്തനെ നശിപ്പിച്ച് അവൾക്ക് പ്രേമം മണ്ണാങ്കട്ട തൊലിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. തൊലിച്ചിട്ട് അവസാനം അവൾക്ക് വേറെ മറ്റവന്മാരോട്ട് കാടി. ഇവളൊക്കെ ചാകേണ്ടതാ, ജീവിച്ചിരിക്കേണ്ടത് ആണുങ്ങളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയല്ല ചാകേണ്ടത്, ഇവിടെ അല്ലാണ്ട് എങ്ങനെയെങ്കിലും തീരേണ്ടത്. അവൾ ആദ്യം ഒരു തൻ്റെ കൂടെ പോയി, അതിനുശേഷം അവൻ സംശയിച്ചതാണ് അവളെ. സംശയരോഗമാണ് അവളെ, തെറ്റുപോലും കോപ്പാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഏട്ടാ ഞാനൊരു കാര്യം പറയാം, ക്ലിയറായിട്ട് പറയാം. പല തന്തയില്ലായ്മകളും പല ചെറ്റത്തനങ്ങളും പലരും കാണിക്കാറുണ്ട്. പക്ഷെ ഒരു കുടുംബ ജീവിതം ആയിക്കഴിഞ്ഞാൽ അവിടെ ജെന്യുവനായിരിക്കുക. അതാണായാലും ശരി പെണ്ണായാലും ശരി. പിന്നെ അങ്ങോട്ട് ഇത് പാടില്ല. ഇപ്പം ഞാൻ നാളെ ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പക്കാ നീറ്റായിരിക്കും. എന്ന് വെച്ചിട്ട് ഇപ്പം വലിയ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് അതുപോലെ ആയിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഉള്ള കടിയൊക്കെ അവർ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ട് തീർക്കുക, ഏതൊക്കെ രീതി എന്തൊക്കെ ഹാർഡ് കോർ പരിപാടി ആയാലും. അല്ലാണ്ട് വേറെ സുഖം തേടി പോയിട്ട് ജീവിതങ്ങൾ നശിപ്പിക്കില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തായിക്കൊണ്ട് പുതിയൊരു വീട്ടിട്ടാണ്.